ഇന്ന് നമ്മൾ കാണിക്കണതേ ഈ അഷ്ടമംഗല്യ തട്ടില് അഷ്ടം എന്ന് പറഞ്ഞാൽ 8ആണല്ലോ. അപ്പൊ ആ ഒരു 8 കൂട്ടങ്ങൾ എന്തൊക്കെയാന്നുള്ളത് ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിരുന്നു. അപ്പൊ വിഷുക്കണി എങ്ങനെ വെക്കാന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എനിക്ക് തോന്നുന്നു 4-5 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കണി ഒരുക്കേണ്ടവർക്ക് അത് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ റെഫറൻസ് ആയിട്ട് എടുക്കണം കേട്ടോ. ഞാൻ ഇവിടെ വീണ്ടും കണിയുടെ കാര്യമല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. കണിയിൽ കഴിഞ്ഞ തവണ അഷ്ടമംഗല്യം വെച്ച സമയത്താണ് കമന്റ്സ് ഇങ്ങനെ ശ്രദ്ധിച്ചത് അതിലത്തെ 8 കൂട്ടങ്ങൾ പറയാമോന്ന്. അപ്പൊ അമ്മായി ഈ പൊതുവെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, നമുക്കിപ്പോൾ കടകളിലൊക്കെ അഷ്ടമംഗല്യ സെറ്റ് എന്ന് പറഞ്ഞിട്ട് കിട്ടുമല്ലോ. അത് നല്ല ഭംഗിയാണ്, കാണുമ്പോൾ തന്നെ ഇങ്ങനെ കണ്ണഞ്ചണ രീതിയിൽ നല്ല ഗോൾഡൻ പോളിഷ് ചെയ്തിട്ടുള്ള കുറേ വിളക്ക്, കിണ്ടി, അങ്ങനെ ഒരു 8 ഐറ്റംസ് ഉണ്ട്. പക്ഷെ നമ്മുടെ അഷ്ടമംഗല്യത്തിലുള്ളത് ഇതൊന്നും അല്ലേനു. അപ്പം ശരിക്കും എന്താ അതെന്താ അങ്ങനെ ഒരു വ്യത്യാസം? അത് ശരിക്കൊരു ഭംഗിക്ക് ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു അഷ്ടമംഗല്യ സെറ്റാണ്. നമ്മുടെ ഇത് ട്രഡീഷണൽ ആയിട്ട് നമ്മൾ വിശേഷങ്ങൾക്ക് വേളി, അയിനൂണ്, പിറന്നാളുകൾ, വിഷു, ഓണം, കർക്കിടക മാസം വരുമ്പോൾ ഇതെല്ലാം നമ്മൾ പൂജാമുറിയിൽ നമ്മുടെ രീതിയിൽ അഷ്ടമംഗല്യ തട്ട് എന്ന് പറഞ്ഞിട്ട് വിശേഷങ്ങൾക്കെല്ലാം സെറ്റ് ചെയ്ത് വെക്കും. എല്ലാ വിശേഷങ്ങൾക്കും നമ്മൾ അഷ്ടമംഗല്യം വെക്കൽ പതിവാണ്. അതിലുള്ള 8 കൂട്ടങ്ങളാണ് നമ്മൾ കാണിക്കണം കേട്ടോ. കടയിൽ നിന്ന് കിട്ടുന്ന അഷ്ടമംഗല്യ സെറ്റുമായിട്ട് ഇതിന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതിലുള്ള 8 ഐറ്റംസ് പറയാമായി എന്തായാലും. അതിലും വ്യത്യാസങ്ങളില്ലേ പ്രാദേശികമായിട്ട്? ഉണ്ട്. അതിൽ തന്നെ ചില ഐറ്റംസ് ഒക്കെ വ്യത്യാസം വരും. നമ്മുടെ ഇവിടെ വെക്കണ കാര്യമാണ് ഞാൻ പറയണത്. ഒന്നാമത് അലക്കിയ മുണ്ട്. അലക്കിയ മുണ്ട് തന്നെ വേണം, കോടിയായിട്ടുള്ള മുണ്ട് പാടില്ല, അലക്കിയ മുണ്ട്. അതുപോലെ തന്നെ വാൽക്കണ്ണാടി. വാൽക്കണ്ണാടി ദർപ്പണം എന്ന് പറയും. വാൽക്കണ്ണാടി നമ്മളിവിടെ ഉപയോഗിക്കുന്നത് നമ്മൾ വേളികൾക്ക് നമ്മുടെ കയ്യിൽ പിടിക്കും, നമ്മുടേതായ രീതിയിലുള്ള വേളി. ആ വാൽക്കണ്ണാടിയാണ് ഞങ്ങൾ ഇവിടെ സാധാരണ വെക്കണത്. ഇനിയിപ്പോ ഇതില്ലെങ്കിൽ സാധാരണ കണ്ണാടി എടുക്കാം, ദർപ്പണം എന്നുള്ള രീതിയിൽ നമ്മൾ വാൽക്കണ്ണാടിയാണ് എടുക്കുന്നത്. പിന്നെ വെക്കണത് ഗ്രന്ഥം ഏത് ഗ്രന്ഥം വേണേലും വെക്കാം. നമ്മളിവിടെ വെച്ചേക്കണത് ലളിതാ സഹസ്രനാമം. പിന്നെ വരുന്നത് കൺമഷി ശരിക്കും ഉണ്ടാക്കിയ കൺമഷിയാണ് വെക്കേണ്ടത്. അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നവര് ഉണ്ടാക്കി വെക്കുക. അതിനുശേഷം കുങ്കുമം. ഈ കുങ്കുമത്തിനും ആടിയ ചാന്ത് വെക്കുന്ന കേട്ടില്ലേ? കുങ്കുമത്തിന് പകരം ചില സ്ഥലത്ത് ആടിയ ചാന്താണ് വെക്കുന്നത്. ചാന്ത് എല്ലായിടത്തും കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ചില അമ്പലങ്ങളിൽ നിന്നൊക്കെ ആടിയ ചാന്ത് കിട്ടാറുണ്ട്. അങ്ങനെയാണ് അതാണ് വെക്കുക. ആടിയ ചാന്ത് ഇല്ലെങ്കിൽ കുങ്കുമം വെക്കുക. പിന്നെ വരുന്നത് അക്ഷത എന്ന് പറയുന്നത്, അതായത് നെല്ലും ഉണക്കലരി അത് സെപ്പറേറ്റ് ആയിട്ട് വെക്കുക. പിന്നെ വരുന്നത് ചന്ദനമുട്ടി ചില സ്ഥലങ്ങളിൽ വെച്ച് കണ്ടിട്ടില്ല. ഇതിന് പകരം മാല, കറുകമാല, തുളസി, അങ്ങനെ പല സാധനങ്ങളും വെച്ച് കണ്ടിട്ടുണ്ട്. ഇവിടെ വെക്കുന്നതിൽ പൂവ് വെക്കാറില്ല. ഇത്രയും സാധനങ്ങളാണ് നമ്മളിവിടെ വെക്കാറുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ പ്രാദേശികമായിട്ട് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. നമ്മുടെ ഇല്ലത്ത് നമ്മൾ മുത്തശ്ശിമാരൊക്കെ പറഞ്ഞു തന്നിട്ട് നമ്മുടെ ആ ഒരു രീതി നമ്മൾ പിന്തുടരുന്നു. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ വിളക്ക്, കിണ്ടിയൊക്കെ ഇതിലേതെങ്കിലും ഒരു ഐറ്റത്തിന് പകരമായിട്ട് പെടൂല. പക്ഷെ നമുക്ക് ഭംഗിക്ക് വേണമെങ്കിൽ ചെറിയ കിണ്ടിയും വിളക്കും ഒക്കെ വെക്കാം. പിന്നെ പലരും ഈ അഷ്ടമംഗല്യം എന്ന് പറഞ്ഞ് പറയുമ്പോൾ 8 എണ്ണത്തിൽ കൂടി പോകുന്നുണ്ട്. നമ്മളിപ്പോ കറക്റ്റ് ആയിട്ടുള്ള ആ 8 ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ചില സ്ഥലത്ത് എനിക്ക് തോന്നുന്നു അക്ഷതം എന്ന് പറഞ്ഞിട്ട് നെല്ലും അരിയും കൂടി മിക്സ് ചെയ്തിട്ട് അത് ഒന്നായിട്ട് എടുക്കുന്നു തോന്നുന്നു. പക്ഷെ നമ്മളിവിടെ 2 ആയിട്ട് തന്നെയാണ്, നെല്ല് വേറെയും അരി വേറെ ആയിട്ടാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ അതിലൊരു തട്ടുണ്ട് അല്ലേ? തട്ടുണ്ട്. ആ തട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ഓടിന്റെ നല്ല പ്ലേറ്റ് ആണ്, നല്ലൊരു തളിക എടുത്താലും മതി. ഇതിപ്പോ എന്താ മരത്തിന്റെ നമ്മൾ ഉണ്ടാക്കി അഷ്ടമംഗല്യ തട്ടായിട്ടാണ്. ആ തട്ടിലാണ് നമ്മൾ ഈ പറഞ്ഞ 8 കൂട്ടങ്ങള് വെക്കുക. എന്നിട്ട് അത് ആ വിശേഷ ദിവസങ്ങളിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് പതിവ്. സാധാരണയായിട്ട് നമ്മുടെ ഹിന്ദു ഭവനങ്ങളിൽ മഹാലക്ഷ്മിയെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഐശ്വര്യത്തിന്റെ പ്രതീകമായിട്ടാണ് അഷ്ടമംഗല്യത്തട്ട് ഒരുക്കുന്നത്. അതിൽ അരി, നെല്ല് എന്ന് പറയുന്നത് പൂജാദ്രവ്യങ്ങളായിട്ട് കണക്കാക്കാം. അക്ഷതം അത് ധാന്യങ്ങളാണ്, ഐശ്വര്യത്തിന്റെ പ്രതീകമാണ്. അതുപോലെ കണ്ണെഴുതി, കുങ്കുമം തൊട്ട്, ചന്ദനം തൊട്ട്, കോടിമുണ്ടെടുത്ത് ആ ഒരു ഭഗവതി അല്ലെങ്കിൽ മഹാലക്ഷ്മി അണിഞ്ഞൊരുങ്ങി വരുന്നതായിട്ടാണ് സങ്കല്പം. അതിനുശേഷം ദേവിക്ക് മുഖം നോക്കാൻ എന്നുള്ള രീതിയിലാണ് ദർപ്പണം അഥവാ കണ്ണാടി പറയണേ. പിന്നെ വാൽക്കണ്ണാടി എന്ന് പറയുമ്പോൾ ഒന്നും കൂടി വിശേഷമാണ്. അതിലാണ് ഭഗവതി കുടിയിരിക്കുന്നത്. അതൊരു ഭഗവതിയുടെ അല്ലെങ്കിൽ മഹാലക്ഷ്മിയുടെ പ്രതീകമാണ് എന്നും കൂടിയിട്ടുള്ളൊരു വിശ്വാസം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ഈ 8 കൂട്ടങ്ങൾ കൊണ്ട് ഐശ്വര്യത്തിനെ വരവേൽക്കുക അല്ലെങ്കിൽ മഹാലക്ഷ്മിയെ വരവേൽക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ വിശേഷ ദിവസങ്ങളിൽ ഈ അഷ്ടമംഗല്യ തട്ട് ഒരുക്കുന്നത്.